വിവിധങ്ങളായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, ശാസ്ത്ര വിഷയങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ പറയാറുണ്ട്. ബഹുമുഖമായ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അതിനിടയിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോഴാണ് തദ്ദേശം എന്ന പേരിൽ ഞങ്ങളൊരു പരമ്പര തന്നെ ആരംഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ സുഭാഷിതം ചാനലിലും ആ പരമ്പര ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ജില്ലയുടെകളിലെയും ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ ഇവരുടെ ഇടങ്ങളിലെ അപ്പോഴുള്ള രാഷ്ട്രീയമായിട്ടുള്ള ട്രെൻഡുകളും കാര്യങ്ങളുമൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇന്ന് ചിന്തിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ചില കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡൻ്റായതിനു ശേഷമുള്ള ഏറ്റവും അഭിമാനമായിട്ടുള്ള അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ, ഒരു മിഷൻ പ്രോജക്റ്റിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക. അതിന് കോർപ്പറേഷൻ്റെ ഭരണം സമ്പൂർണ്ണമായി കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഒരു 10-45 സീറ്റൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പല പഠനങ്ങളും പല കാര്യങ്ങളും പലരും പറയുന്ന. ഒരു 45 സീറ്റ് വരെയൊക്കെ വന്നേക്കാം. അപ്പോഴും മറ്റേ രണ്ടുപേരും കൂടി 55 സീറ്റ് പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു കഥയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കഥ നിൽക്കുമ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ വലിയൊരു മിഷൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൃശ്ശൂർ മേയർ MC വർഗീസിനെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് തൃശ്ശൂരിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ സുരേഷ് ഗോപിയും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ വീണ്ടും വന്നാൽ, തിരുവനന്തപുരത്ത് ശ്രീലേഖ IPS ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ അവരെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളൊരു തന്ത്രത്തിലേക്ക് BJP പോകുന്നു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ കേരളമാണ് ഇത് സ്ഥലം. ശ്രീധരൻ പാലക്കാട് നിന്ന് മെട്രോ മാൻ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോയി നിന്നെങ്കിലും ഒരുപക്ഷെ അദ്ദേഹം MP ആയനെ. കേരളത്തിലായി പോയതുകൊണ്ടാണ് അദ്ദേഹം MP ആവാത്തത്. കേരളത്തിൽ അദ്ദേഹം MP ആയില്ല. അത് അവസാനം അദ്ദേഹം തോറ്റുപോയി. ONV കുറുപ്പ് സാറ് തിരുവനന്തപുരത്ത് മത്സരിച്ചു. അദ്ദേഹം തോറ്റ് തുന്നം പാടി. എന്നാൽ തോറ്റത് എതിരാളി എന്ന് പറയുന്ന നിന്നാൾ അത്ര ഫേമസ് ആയ ഒരാളായിരുന്നില്ല. PSC മെമ്പറായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ സൗമ്യനായ രാഷ്ട്രീയ നേതാവായിരുന്നു. കോൺഗ്രസിനകത്തുള്ള ഏറ്റവും സൗമ്യമായ ശബ്ദത്തിനുടമയായിരുന്നു ചാൾസ് സാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാന്യനായിട്ടുള്ള ഒരു വളരെ നല്ല ഒരു സൗമ്യ സ്വഭാവമുള്ള ചാൾസ് സാറ് ആണ് ജയിച്ചത്. ONV കുറുപ്പ് തോറ്റുപോയി. അതുപോലെ തന്നെ വളരെ പ്രമുഖരായ ഡോക്ടർമാർ കേരളത്തിൽ തോറ്റിട്ടുണ്ട്. സാഹിത്യകാരന്മാർ തോറ്റിട്ടുണ്ട്. അങ്ങനെ വളരെ വളരെ വലിയ തോതിൽ നിർത്തിയ ആളുകളൊക്കെ കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല. ജേക്കബ് തോമസ് IPS മത്സരിച്ചു, തോറ്റുപോയി. അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചു, തോറ്റുപോയി. പ്രൊഫസർ രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണൻ പലവരും BJPക്ക് വേണ്ടി മത്സരിച്ചു. BC ആയിരുന്നു, PSC ചെയർമാനായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷെ തോറ്റുപോയി. അതുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ശ്രീലേഖ IPSനെ നിർത്തിയത് കൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ നെക്ക് ടു നെക്ക് ഫൈറ്റ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. BJP ഇനി പുരുഷന്മാർക്ക് ആർക്കെല്ലാം കൊടുക്കുമ്പോൾ V മുരളീധരനെ ലോഞ്ച് ചെയ്യുമോ അതോ ശോഭാ സുരേന്ദ്രനെ ലോഞ്ച് ചെയ്യുമോ? ആരെയാണ് കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ലോഞ്ച് ചെയ്യാൻ നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അരയും തലയും മുറുക്കി BJP രംഗത്തുണ്ട്. ശക്തമായ പോരാട്ടത്തിനായി CPM നിരവധി വർഷങ്ങളായി കേരളം നഗരസഭ ഉണ്ടായതിനു ശേഷം നാളിതുവരെ വളരെ വലിയ തോതിൽ മിക്കവാറും എല്ലാ ഭരണസമിതിയും പിടിച്ചിട്ടുള്ള LDF രംഗത്തുണ്ട്. കോൺഗ്രസും ഉണ്ട്, ശക്തമായി തന്നെ രംഗത്തുണ്ട്. പക്ഷേ കോൺഗ്രസിനൊരു BJP ഒരു മേയർ സ്ഥാനാർത്ഥി ആരെന്നറിയില്ല. എന്തായാലും ശക്തമായ പോരാട്ടമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറുന്നത്. നമുക്കത് കാത്തിരുന്ന് കാണാം.